ഇന്നലെ ഞങ്ങൾ പറഞ്ഞതിൻ്റെ തുടർച്ചയായി ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു സംഭവം, ഇന്നും പുതിയതായിട്ട് പല സെക്ടറുകളിലും ഫ്ലൈറ്റുകൾ ഡിലേ ആവുകയോ ക്യാൻസൽ ആവുകയോ ചെയ്യുന്ന പ്രക്രിയ തുടരുകയാണ്. ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നും ഫ്ലൈ ദുബായും എയർ അറേബ്യയും സൗദി അറേബ്യയിലെ അബുഹ എയർപോർട്ടിലേക്ക് പോകാനിരുന്ന വിമാനങ്ങളൊക്കെ റദ്ദ് ചെയ്തു എന്ന റിപ്പോർട്ടാണെന്ന് വരുന്നത്. അബുദാബിയിൽ നിന്ന് എത്തിഹാദ് എയർവേസ്, ലണ്ടനിലേക്കുള്ളത്, വാഷിങ്ടണിലേക്കുള്ളത്, അതുപോലെ ടൊറൻഡോയിലേക്കുള്ളത്, ഈ സർവീസുകളൊക്കെ ഡിലേ ആകുന്നു എന്ന റിപ്പോർട്ട് ഇന്നലെ മുതൽ തന്നെ വരികയാണ്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി ഒരു വിമാനം പുറപ്പെടുന്നതിന് ഏതാണ്ട് ഒരു 4 മണിക്കൂർ മുമ്പ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം എന്ന കാര്യമാണ് അനുഭവസ്ഥർ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് യാത്രാകാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എയർപോർട്ടിൽ പോയാൽ മതി എന്ന് തന്നെയാണ് ഈ രംഗത്തുള്ള വിദഗ്ധരൊക്കെയും പറയുന്നത്. UAE അടക്കമുള്ള 4 രാജ്യങ്ങളിലെ പാസ്പോർട്ട് കോൺസുലാർ സേവനങ്ങൾ ഇപ്പോൾ ആകെ താറുമാറായി കിടക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ കൂട്ടി നിശ്ചയിച്ചിരുന്ന അൽഹിന്ദ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിൽ ഡൽഹി ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് തൽക്കാലം അത് മരവിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുകയും മിക്കവാറും തിങ്കളാഴ്ച തന്നെ വളരെ അടിയന്തരമായി എന്ന രൂപത്തിൽ ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയുമാണ് എന്ന അറിയിപ്പാണ് ഇന്ന് വന്നിരിക്കുന്നത്. ചില ആളുകളൊക്കെ ചോദിച്ചു, എന്താണ് ഈ BLS നേരത്തെ വന്നു, പിന്നെ അതാ കോൺസുലേറ്റ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ എംബസി നേരിട്ട് നടത്തുന്നു, അൽഹിന്ദിന് വരാൻ പോകുന്നു എന്ന് പറയുന്നു, നേരത്തെ അൽഹിന്ദിന് കൊടുത്തു എന്ന് പറയുന്നു. ഇതിൽ നമ്മൾ സാധാരണക്കാർക്ക് ഇതിൻ്റെ കാശിലെ വ്യത്യാസം, സേവനത്തിലെ വ്യത്യാസം എന്തായിരിക്കാം എന്നൊക്കെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. നേരത്തെ BLS ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അടിസ്ഥാന ഫീസായിട്ട് 9 ദിർഹം, പിന്നെ ICWF എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിന് വേണ്ടി 8 ദിർഹം കൊടുക്കുന്നത്, പിന്നെ ഫോട്ടോ കോപ്പിക്ക് കാശ്, ഫോട്ടോ എടുക്കാനുള്ള കാശ്, കൊറിയർ സർവീസ് എല്ലാം കൂടി 100 ദിർഹം ഏറ്റവും അടിസ്ഥാനപരമായി കൊടുക്കുന്നൊരു സാഹചര്യം ഇപ്പോൾ അൽഹിന്ദ് കൊടുത്തിരിക്കുന്ന കൊട്ടേഷൻ ഗവൺമെൻറ് സ്വീകരിച്ച് പൊട്ടിച്ച് നോക്കിയപ്പോൾ ആ ടെൻഡറിൽ കാണുന്നത് ആകെ 18 ദിർഹവും വാറ്റും മാത്രമാണ്. ഇത് നമ്മൾ സാധാരണ എല്ലാ പ്രവാസികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പാസ്പോർട്ട് പുതുക്കാനോ മറ്റോ പോയിട്ടുണ്ട് ബേസിക് ചാർജ് എന്ന് പറയുന്നത് വളരെ കുറവ്. പിന്നെ ഈ പറയുന്ന എന്തൊക്കെയാണോ അതിൻ്റെ കൂടെ വരുന്ന ചാർജ് എല്ലാം കൂടി ചേർത്താണ് 18 ദിർഹവും അതിൻ്റെ വാറ്റും കൊടുക്കാൻ ഉള്ള രൂപത്തിൽ സമർപ്പിച്ചിരിക്കുന്നത് കൊട്ടേഷൻ. അത് നിലവിൽ വന്ന എല്ലാ കമ്പനികളുടെയും ടെൻഡർ പൊട്ടിച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവായിരുന്നു. പിന്നെ അൽഹിന്ദിന് സൗകര്യം ഉണ്ടോ എന്നാണ് ഗവൺമെൻറ് പരിശോധിക്കേണ്ടത്. പരിശോധിച്ചപ്പോൾ UAEയിൽ തന്നെ 7 എമിറേറ്റുകളിലായി 16 സ്ഥലങ്ങളിൽ എല്ലാം സജ്ജീകരിച്ചു എന്നുള്ളത് ആ റിപ്പോർട്ടും ക്ലിയറാണ്. അങ്ങനെയാണ് നടത്താൻ വേണ്ടി കൊടുത്തത്. അപ്പോൾ എവിടെയാണ് പ്രശ്നം വന്നത്? ഇതും ആളുകൾ ചോദിക്കുന്ന, ഇപ്പോൾ കോടതി വിധിയൊക്കെ ഒരുപാട് പേജുണ്ടല്ലോ ഇത് വായിച്ചു നോക്കാൻ. എന്നാൽ ഈ ബിഡ്ഡിങ്ങിൽ പങ്കെടുത്ത 2 കമ്പനികൾ അവർക്ക് ടെക്നിക്കൽ മാർക്ക് കിട്ടിയില്ല എന്നതിൻ്റെ കാരണം വളരെ വ്യക്തമായ ലീഗൽ ബേസിസിൽ ജനങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പരാതി ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി കൊടുത്തതും. അതുകൊണ്ട് റീടെൻഡർ വിളിക്കണം, സുതാര്യമാകണം കാര്യങ്ങളൊക്കെ, പരാജയത്തിൻ്റെ കാര്യം ആരെങ്കിലും പാസ്സായില്ലെങ്കിൽ അതുപോലും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്ന അർത്ഥത്തിൽ വീണ്ടും ടെൻഡർ വിളിക്കാനുള്ള ഉത്തരവ് വന്നത്. അതിനെതിരെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നമുക്ക് തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം. മിക്കവാറും ഈ വിഷയത്തിൽ വളരെ വ്യക്തവും അന്തിമവും സുതാര്യവുമായ ഒരു വിധി തിങ്കളാഴ്ച ഉണ്ടാകുമെന്ന് ഇൻഡസ്ട്രിയിലുള്ളവർ പ്രതീക്ഷിക്കുകയാണ്. യുദ്ധത്തിൻ്റെ വാർത്തകൾ വരുമ്പോൾ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഇറാൻ്റെ പല ഭാഗത്തേക്കും പ്രത്യേകിച്ച് ദക്ഷിണ ഭാഗത്ത് അതിശക്തമായ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടാണ്. ഒത്തിരി പവർ എനർജി സംബന്ധമായിട്ടുള്ള കേന്ദ്രങ്ങളെ ആക്രമിച്ചു. അതുകൊണ്ട് തന്നെ ഇറാൻ തങ്ങളുടെ പൗരന്മാരോട് പറഞ്ഞിരിക്കുന്നു, വളരെ കുറച്ച് മാത്രം വൈദ്യുതി ഉപയോഗിച്ചാൽ മതി. പല സ്ഥലങ്ങളിലും ആക്രമണം നടന്നിരിക്കുന്നു. ചില ട്രെയിൻ സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെട്ടു, ചില എയർപോർട്ടുകൾക്ക് മേൽ ആക്രമണം നടന്നു. അങ്ങനെ ജനജീവിതം താറുമാറാകുന്ന വിധത്തിൽ പലയിടങ്ങളിലും പ്രത്യേകിച്ച് ദക്ഷിണ ഭാഗത്ത് ആക്രമണം നടന്നു എന്ന് ഇറാൻ്റെ ഗാർഡ് തന്നെ ഇപ്പോൾ പറയുന്ന അവസ്ഥയാണ് ഈ വെള്ളിയാഴ്ച വൈകുന്നേരം നമുക്ക് കിട്ടിയിരിക്കുന്ന വാർത്ത. അതേസമയം വടക്ക് ഭാഗത്തും ആക്രമണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണുന്നത്. എന്നാൽ ഇറാൻ കുവൈറ്റിന് മേൽ, ബഹ്റൈന് മേൽ, ഖത്തറിന് മേൽ, ജോർദാന് മേൽ ഈ 4 രാജ്യങ്ങൾക്ക് മേലും പുതിയതായി ആക്രമണം നടത്തി. ഖത്തറിലൊരു കൊച്ചുകുട്ടിക്ക് പരിക്ക് പറ്റി, കുവൈറ്റിലാണെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥന് പരിക്ക് പറ്റി, ആശുപത്രിയിലാണ്. ബഹ്റിനിൽ സൈറൻ മുഴങ്ങി, ജോർദാനിൽ ആക്രമണം നടന്നു.
സിറിയയിലെ അമേരിക്കയുടെ തന്നെ ഒരു സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാൻ ആക്രമണം നടത്തി എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയാണ്. കുവൈറ്റിൽ പവർ കേന്ദ്രങ്ങളും ഡീസാലിനേഷൻ കേന്ദ്രങ്ങളും ഈ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ അടക്കമുള്ളതിന് ഇപ്പോൾ ഡാമേജ് പറ്റിയെന്ന റിപ്പോർട്ടും ഇന്ന് വൈകുന്നേരം എത്തിയിട്ടുണ്ട്. ഏതായാലും പരസ്പരമുള്ള ആക്രമണങ്ങളും ആക്രമിക്കും എന്നുള്ള പോർവിളികളും കൊണ്ട് അന്തരീക്ഷമാകെ വീണ്ടും കലുഷിതമാവുകയും സാധാരണക്കാർ ലോകം മുഴുവനും ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുകയും കനത്ത വില കൊടുത്താലും സാധനങ്ങൾ കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വീണ്ടും എത്തുകയും ചെയ്യുന്നൊരു പ്രത്യേക അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. Night updates supported by ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Fisherman's Hub, Hashim Hypermarket.